കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഗുരുതര ചികിത്സാ പിഴവ്. പനി ബാധിച്ച് ചികിത്സയ്ക്കെത്തിയ 7 വയസ്സുകാരന്റെ തുടയിൽ സൂചി തുളച്ചു കയറി. മറ്റാർക്കോ ഉപയോഗിച്ച് സിറിഞ്ച് ശരീരത്തിൽ കയറിയതിനാൽ 14 വർഷം HIV അടക്കമുള്ള പരിശോധനകൾ നടത്തേണ്ട ഗതികേടിലാണ് കുടുംബം. പരാതി നൽകിയിട്ടും നടപടിയെടുക്കാൻ ഇതുവരെ ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടില്ല. കായംകുളം ചിറക്കടവൻ സ്വദേശിയായ 7 വയസ്സുകാരനെ കഴിഞ്ഞ മാസം 19-നാണ് പനി കൂടിയതിനെ തുടർന്ന് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. ചൂട് കുറയ്ക്കുന്നതിനുള്ള സപ്പോസിറ്റർ വെക്കുന്നതിനായി അത്യാഹിത വിഭാഗത്തിലെ ബെഡിൽ കിടത്തിയപ്പോൾ മറ്റാർക്കോ ഇഞ്ചക്ഷൻ എടുത്ത ശേഷം ബെഡിൽ അലക്ഷ്യമായിട്ടിരുന്ന സിറിഞ്ച് കുട്ടിയുടെ തുടയിൽ തുളച്ചു കയറുകയായിരുന്നു. ആർക്ക് ഇഞ്ചക്ഷൻ എടുത്ത സൂചിയാണ് എന്നത് വ്യക്തതയില്ലാത്തതിനാൽ 14 വർഷം HIV അടക്കമുള്ള പരിശോധനകൾ നടത്തണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒരു രോഗിയെ ചികിത്സയ്ക്കായി കട്ടിലിൽ കിടത്തിയ ശേഷം അടുത്ത രോഗിയെ, പ്രത്യേകിച്ച് കുട്ടികളെ കിടത്തുമ്പോൾ പകർച്ചവ്യാധി പോലുള്ള അസുഖങ്ങൾ പിടിപെടാതിരിക്കാൻ വിരി ഉൾപ്പെടെ മാറ്റി ക്ലീനിംഗ് നടത്തേണ്ടതാണ്. അതിൽ കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാർ കാണിച്ച അലംഭാവമാണ് കുട്ടിയുടെ ശരീരത്തിൽ സൂചി തുളച്ചു കയറാൻ കാരണം. വിവിധ അസുഖങ്ങൾ ബാധിച്ചവർക്കായി കുത്തിവെച്ച സൂചിയാണ് കുട്ടിയുടെ ശരീരത്തിൽ കയറിയെന്നുള്ളതിനാൽ വിദഗ്ധ പരിശോധനയ്ക്കായി കുട്ടിയെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. HIV, H1N1 ഡെങ്കിപ്പനി പോലുള്ള പരിശോധനകളും നടത്തി. എന്നാൽ HIV പരിശോധന നടത്താൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൗകര്യമില്ലാത്തതിനാൽ സ്വകാര്യ ലാബുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് കുട്ടിയുടെ മാതാപിതാക്കൾ. സ്വകാര്യ ലാബിൽ ഒരു ടെസ്റ്റിന് 20,000 രൂപ വരെ ചെലവാകും. ബെഡിനകത്തും ഈ ബെഡിന്റെ പുറത്തൊരു റെക്സിന്റെ ഷീറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഈ ബെഡിന്റെയും ഈ റെക്സിൻ ഷീറ്റിന്റെ ഇടയ്ക്കാണ് ഈ നീഡിൽ സിറിഞ്ചിന്റെ സൂചി ഇരുന്നത്. ബെഡിൽ കയറി ഇരുന്ന അതേ സ്പോട്ടിൽ തന്നെ തിരിച്ച് എന്നെ എന്തോ കുത്തിയെന്നും പറഞ്ഞ് ചാടി ഇറങ്ങുമായിരുന്നു. പരാതി കൊടുത്തു. പിന്നെ സൂപ്രണ്ടിനും ഹോസ്പിറ്റലിലെ സൂപ്രണ്ടിനും പരാതി കൊടുത്തിട്ടുണ്ട്. സംഭവത്തിൽ പോലീസിനു പുറമെ ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു. എങ്കിലും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും കുട്ടിയുടെ കുടുംബം പറയുന്നു. ജനം, ആലപ്പുഴ.